ഇവിടെ എപ്പോൾ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 100 മില്ലി പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില കസ്റ്റാർഡ് പൗഡറാണ്, അതൊന്ന് നന്നായിട്ട് അതിൽ കലക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു വേർമിസല്ലി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിളും അതുപോലെ അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ കസ്റ്റാർഡാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.